64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങാണ് ഇപ്പോൾ പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് സമീപം ആരംഭിക്കാൻ പോകുന്നത്. കാലടി യൂണിവേഴ്സിറ്റിയിലെ ശില്പകലാ അധ്യാപകനായ ശ്രീ യദുകൃഷ്ണൻ തയ്യാറാക്കിയ ശില്പമാതൃകാ രൂപത്തിലുള്ള കൊടിമരത്തിൽ കലോത്സവ പതാക ഉയർത്തുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഉമേഷ് NSK IAS-നെ അതെ, പതാക ഉയർത്തൽ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പതാക ഉയർത്തി കഴിഞ്ഞു. അങ്ങനെ ഇതാ പൂരനഗരിയിൽ കൗമാര കലയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. സ്വാഗതം. ആവേശോജ്വലമായ നിമിഷങ്ങളിലേക്ക് ഇതാ തൃശ്ശൂർ നഗരം കടക്കുന്ന കാഴ്ചയാണ്. ഔദ്യോഗികമായി പതാക ഉയർത്തി ചടങ്ങുകൾക്ക് ആരംഭമായിരിക്കുകയാണ്. അങ്ങനെ വലിയ ദിവസങ്ങളിലേക്ക്, ആ വലിയ ആഘോഷ ദിനങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. എല്ലാ കണ്ണുകളും എല്ലാ ഹൃദയങ്ങളും ഈ കൗമാര കലയുടെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട്. ഇതാ നോക്കൂ, കൗമാര കലാകാരന്മാരെ ഒന്നടങ്കം ഹൃദയത്തിലേറ്റിക്കൊണ്ട് തൃശ്ശൂർ നഗരം അവർക്ക് അതിമനോഹരമായ ഒരു വരവേൽപ്പാണ് നൽകുന്നത്. നമുക്കറിയാം, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരമാണ്. ആ പൂരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇലഞ്ഞിത്തറ മേളമാണ്. അതിന് സമാനമായ തരത്തിൽ ഇലഞ്ഞിത്തറ മേളം തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഈ തൃശ്ശൂർ നഗരി ആ കൗമാര കലാകാരന്മാരെ കാത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തൃശ്ശൂരിൽ ഓരോ ജനതയും തയ്യാറാക്കി കഴിഞ്ഞു. നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ കണ്ടതാണ്. ഫിനിഷിംഗ് ടീമിൽ നമ്മളോട് പങ്കുവെച്ച വിശേഷങ്ങൾ. അവിടെ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. വേദിയിലൊക്കെ എല്ലാ ആളുകളും തയ്യാറായിരിക്കുന്നു. എല്ലാവരും ഈ കാഴ്ചയുടെ ഭാഗമാകുവാൻ, അല്ലെങ്കിൽ ഈ കലോത്സവത്തിന്റെ ഭാഗമാകുവാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ, കുട്ടികളെ, നാട്ടുകാരെ, നമ്മുടെ 64ാമത്തെ കേരള സ്കൂൾ കലോത്സവം ഈ പതാക ഉയർത്തലോടെ ഔപചാരികമായിട്ട് അതിൻ്റെ തുടക്കം കുറിക്കുന്നു. 10 മണിക്ക് ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. എല്ലാവരെയും കലോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് താങ്ക് യു സോ മച്ച്. അതെ, 10 മണിക്കാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക. അതോടുകൂടി കൗമാര കലയ്ക്ക് തുടക്കമായിരിക്കും. ഇത്രയധികം വേദികളിൽ ഇത്രയധികം കലാകാരന്മാർ തയ്യാറായിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ആവേശ മത്സര പോരാട്ട കാഴ്ചകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര കണ്ട് മനോഹരമായ രീതിയിൽ എല്ലാ ഇടങ്ങളിൽ നിന്നും തയ്യാറായി വന്നിരിക്കുന്ന ഒരു വലിയ കൂട്ടമാണ്. ഏതാണ്ട് 15,000-ത്തിലധികം കുട്ടികളാണ് ഈ കൗമാര കലയിൽ പങ്കെടുക്കുവാൻ വേണ്ടി തൃശ്ശൂർ നഗരിയിൽ എത്തിയിരിക്കുന്നത്. അവിടെ അവർക്ക് എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും വേണ്ട തയ്യാറെടുപ്പ് െല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു ആവേശം നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് എപ്പോഴും പറയാം, കലയോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ഓരോ കലാകാരന്മാരെയും നെഞ്ചോട് ചേർക്കുവാൻ അവിടെ എല്ലാവരും ഉണ്ട്. സുനിൽകുമാർ ആയാലും മന്ത്രി കെ രാജനാണെങ്കിലും എല്ലാവരും അതിന് ഒരു നെടുനായകത്വം വഹിച്ച് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കുടുംബത്തിലെ കാരണവർ ആ കുടുംബങ്ങളിൽ ആ ഒരു വിശേഷം നടക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇടപെടുക, അത്തരത്തിലൊരു സന്തോഷത്തോടു കൂടിയാണ് ഇവരെല്ലാവരും ആ വേദിയിൽ അവിടെ ഇടങ്ങളിൽ തയ്യാറായി നിൽക്കുന്നത്. കലോത്സവത്തിനായി ഒന്നിക്കുന്നത് 101 കലാകാരന്മാർ അണിനിരക്കുന്ന ഈ നാദവിസ്മയത്തിന് മാറ്റുകൂട്ടുവാൻ 64ാം കലോത്സവത്തിന്റെ പ്രതീകമായി 64 പൂരക്കുടകളുടെയും വർണ്ണവസന്തം ഒരുക്കുന്നു. ഇലഞ്ഞിത്തറ മേളത്തിന് തയ്യാറായി നിൽക്കുന്ന കലാകാരന്മാരെ മന്ത്രിയും ജില്ലാ കളക്ടറും എല്ലാവരും ചേർന്ന് അഭിനന്ദിക്കുന്ന, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം തയ്യാറാണ് സുഹൃത്തുക്കളെ, എല്ലാവരും തയ്യാറായിരിക്കുന്നു. ഇനി ഈ ഒരു കൗമാര കലയ്ക്ക് 10 മണിക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനമായി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആവേശം, ആ ഒരു കാഴ്ച തന്നെ മാറുന്ന ഒരു കാഴ്ചയായിരിക്കും. ഏതാണ്ട് 9:30യോടുകൂടിയാണ് ഈ ഇലഞ്ഞിത്തറ മേളം, പഞ്ചാരി മേളം നടക്കുക. അതിനുശേഷം അങ്ങോട്ട് 10 മണിയോടുകൂടി കൃത്യമായി മുഖ്യവേദിയിൽ മുഖ്യമന്ത്രി ഈ ഒരു കൗമാര കലോത്സവം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അങ്ങോട്ട് എല്ലാ വേദികളിലും മത്സരം ആരംഭിക്കുന്ന കാഴ്ചകളായിരിക്കും. എല്ലാ വേദികളിൽ നിന്നും നമുക്കറിയാം, ഈ കഴിഞ്ഞ ഓരോ പ്രാവശ്യവും കലോത്സവം നടക്കുമ്പോൾ അത്ര കണ്ട് മനോഹരമായ രീതിയിൽ മാറ്റുരയ്ക്കുന്ന എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കഴിവുറ്റ കലാകാരന്മാരാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ മത്സരം നേരിട്ട് കാണുവാൻ, ആ ഒരു സന്തോഷത്തിൻ്റെ ആവേശത്തിൻ്റെ ഭാഗമാകുവാൻ നിരവധി ആളുകളാണ് അവിടെ എത്തി നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണുവാൻ സാധിക്കും. ഈ ഒരു കൗമാര കലയ്ക്ക്
സ്വാഗതമേകുവാൻ തൃശ്ശൂർ നഗരം ഒന്നാകെ ഈ വേദികളിലേക്ക് എത്തി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രായഭേദമന്യേ എല്ലാ വിഭാഗങ്ങളിലുമുള്ള എല്ലാ ആളുകളും അവിടെ എത്തുന്നുണ്ട്. അവർ ഈ കൗമാരകലയെ നെഞ്ചോട് ചേർത്ത് വെച്ച് കലാകാരന്മാർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രോത്സാഹനം അറിയിപ്പിച്ച് അവിടെ നിരന്നു നിൽക്കുന്ന ആ ഒരു കാഴ്ച, അതൊരു തൃശ്ശൂർ പൂരം പോലെ തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ്. സാംസ്കാരിക നഗരം എത്രത്തോളമാണ് ഈ കൗമാരകലയെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് അറിയുവാൻ സാധിക്കുന്ന ഒരു കാഴ്ച കൂടിയാണത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്രയധികം ആളുകൾ അവിടെ എത്തിച്ചേരണമെങ്കിൽ അവർ എത്രത്തോളം ഈ ഒരു കലാകാരന്മാരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ഇടങ്ങളിലും സംസ്ഥാന സ്കൂൾ കലോത്സവം ഇതുപോലൊരു സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിലും തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാകുമ്പോൾ അവിടെ അതിൻ്റെ ഒരു മിഴിവ് വേറെ തന്നെയാണ്. ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ നഗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ആ തൃശ്ശൂർ പൂരത്തിൻ്റെ മാതൃകയിൽ ഈ കൗമാര കലാകാരന്മാരെ നെഞ്ചോട് ചേർക്കുവാൻ ഇലഞ്ഞിത്തറ മേളം തന്നെ ഒരുക്കി തൃശ്ശൂർ നഗരി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തയ്യാറായിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ ഓരോരുത്തരെയും അവരുടെ മത്സര ആവേശം അവരുടെ നെഞ്ചിൽ ഉയർത്തുന്ന തരത്തിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് അവിടെ എല്ലാവരും തന്നെ തയ്യാറായി നിൽക്കുന്നത്. ആ കാഴ്ചകളാണ് നമുക്ക് തത്സമയം കാണുവാൻ സാധിക്കുന്നത്.